കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ താങ്കൾ വിശദീകരണം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദല്ലാളിൻ്റെ കൂടെയാണല്ലോ ജാവ്ദേക്കർ വന്നത്. ഈ ദല്ലാളൊരു ഫ്രോഡാണ്, ഇയാളുടെ ഒരു കുരുക്കോ അങ്ങനെ. നിങ്ങൾ ആദ്യം നോക്കേണ്ട കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്കർ, BJPയുടെ ദേശീയ നേതാവാണ്. എങ്ങനെ വന്നു നിങ്ങൾ ആദ്യം ആലോചിക്കും. അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല. ഞങ്ങളുടെയൊക്കെ പലരും വരും, കാണും, വർത്തമാനം പറയും. ഞാൻ പൊതുവെ വരുന്നവരെ ഇവിടെ വളരെ പറഞ്ഞു വിടാറില്ല. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും, കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു. അവരിപ്പോൾ ഇത് ട്രോൾ അടിച്ചുകൊണ്ട് വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടത്തിയിട്ട് കാര്യം എന്താണെന്ന്? അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇല്ലേ? ഏതിനെക്കുറിച്ചാണ് വിവരമില്ലാത്തത്? അത് നടത്തുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രൊഫഷണലായിട്ടൊരു കമ്പനിയാണ്. ആ കമ്പനി അവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നെറ്റിൽ കിട്ടൂലേ? ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും അത് ഒന്ന് നിങ്ങൾ നെറ്റിൽ നോക്കി അപ്പം തന്നെ ഇവർ കമ്പനി ആരൊക്കെ അതിൻ്റെ ആൾ, അതിൻ്റെ ഷെയർ എന്ത്, വ്യക്തതയല്ലേ? അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യം? ഞാനുമായിട്ട് എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണെന്നുള്ളത് ശരിയാണ്. ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവരത് ഇൻവെസ്റ്ററാണ്. ശരിയായ വഴിയിൽ അതിലുള്ള എല്ലാ പൈസയും ശരിയായ വഴിയിൽ വന്നിട്ട് പൈസ എവിടെയുള്ളൂ. അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ആർക്ക് പോയി പരിശോധിച്ച് അതൊക്കെ ഇൻകം ടാക്സ് ആയിരുന്നില്ല. ഈ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് തന്നെ നോക്കുന്നതാണ്. അത് ചാരിറ്റബിൾ, അത് ഇതിൻ്റെ ഓഡിറ്റർമാർ പരിശോധിക്കുന്നതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നൊരു കഥ ഒപ്പിക്കില്ലേ? കഥ ഒപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് 5-നാണ്, മറ്റേത് മാർച്ച് 1-നാണ്. ഇരിക്കട്ടെ, ഒരു പാലം ഇതിൻ്റെ മേലെ ചാർത്തി കൊടുക്കുക. അങ്ങനെ ഒരു പത്രധർമ്മം ഉണ്ടോ? ഒരു വാർത്ത കൊടുക്കാൻ പാടുണ്ടോ?